നല്ല കട്ട വെയിലാണ് ഗൈസ്. ഞാൻ ബസ്സിനുള്ള വെയിറ്റിങ്ങിലാണ്. തൃശ്ശൂർ ചെന്നിട്ട് വേണം എനിക്ക് കുരിയച്ചിറയിലേക്ക് പോകാൻ. ദസി ഒറ്റ ബസ്സില്ല, ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇന്നത്തെ കയറിയ ബസ്സിൽ നല്ല തിരക്ക് കുറവായിരുന്നു. ഒരു 3-3:15 ടൈമാണ്. തിരക്കാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർക്കുള്ള ബസ്സല്ലേ പനമുക്കിന്ന്. ബസ്സിൽ കയറിയിരുന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. 1300 ഓൾറെഡി കൊടുക്കണം, അത് ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ബസ്സിനകത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നുണ്ട്, ബസ്സിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സ്കൂട്ടർ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് നിർത്തണ്ട, ഒരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങാം, ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കാം. പക്ഷെ ബസ് അങ്ങനെയല്ല. പക്ഷേ ഇങ്ങനൊരു ഒരു പ്രിവിലേജ് ഉണ്ട്, നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് രസിച്ച് ഇരുന്ന് പോവാം. എനിവേ തൃശ്ശൂർ ബിനിയിൽ ചെന്നിട്ട് വേണം എനിക്ക് കുരിയച്ചിറയ്ക്കുള്ള ബസ് കയറാൻ. താണ്ടേ ഇന്ന് ഞാൻ ബസ് യാത്രയിൽ തൃശ്ശൂർ റൗണ്ട് ഒന്ന് കണ്ടപ്പോഴത്തേക്ക്, ബസ്സിലിരുന്നൊരു യാത്രയിൽ തൃശ്ശൂർ റൗണ്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു കാഴ്ച, പുതിയൊരു കാഴ്ച അനുഭവമാണ് തോന്നിയത്. ആ ബസ്സിൽ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് എന്നല്ല, മുന്നേ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവനെ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നിങ്ങളെ ആ കാഴ്ച എനിക്ക് കാണിച്ചു തരാൻ തോന്നി. തൃശ്ശൂർ നടുവിലാലും തൃശ്ശൂരിൻ്റെ പെരുമയെ കൂടുതൽ ഉയർത്തിയിട്ടുള്ള വടക്കുന്നാഥൻ്റെ ആ മുൻവശമൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് വടക്കുന്നാഥൻ്റെ മുൻഭാഗം. ബസ്സിൽ നിന്നിറങ്ങി കുരിയച്ചിറയിലുള്ള TVS ഷോറൂമിലേക്കുള്ള നടത്തയിലാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് എന്തായാലും എൻ്റെ ബില്ല് കിട്ടി. ബില്ല് പേയ്മെൻറ്റ് കഴിഞ്ഞു. 1300-നകത്തുള്ള ഒരു പേയ്മെൻ്റ് ആയിരുന്നു. എൻ്റെ വണ്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല സർവീസൊക്കെയാണ്. 10-32 പോയിൻറ്റുകളൊക്കെയാണ് അവർ സർവീസ് ചെയ്തിരിക്കുന്നത്. വീല് ഒക്കെ നല്ല ക്ലീനാക്കി തന്നിട്ടുണ്ട്. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.